ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളിത് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സെം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്കറിയില്ല ഹൗ ടു അറ്റൻഡ് എ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. സോ അവരോട് എങ്ങനെ നിങ്ങൾ എക്സാം എഴുതി തുടങ്ങണം എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മളിതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ചില സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, മാം എങ്ങനെയാണ് ഈ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട്സൊക്കെ അവർക്കുണ്ട്. സോ നിങ്ങളുടെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രകാരം ബുക്ക്ലെറ്റിലാണ് നമ്മൾ എക്സാം എഴുതുക. നമ്മുടെ ബുക്ക്ലെറ്റിൽ ഏകദേശം 31 പേജസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ +2 വരെ നിങ്ങൾ ഫ്ലോ ചെയ്ത പോലെ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് ലഭ്യമല്ല. ബാർകോഡ് ബേസിലായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക. ഇവിടെ രജിസ്റ്റർ നമ്പറൊന്നും നിങ്ങൾ യാതൊരു സ്ഥലത്തും എഴുതി വെക്കേണ്ട ആവശ്യവുമില്ല. നമുക്ക് നമ്മുടെ ഇൻവിജിലേറ്റർ ആരാണോ അദ്ദേഹം നമുക്ക് ബാർകോഡ് നൽകും. അത് ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിലും ആൻഡ് സെക്കൻഡ് പേജിലും സ്റ്റിക്ക് ചെയ്യും. ആ ഒരു ബാർകോഡിൽ പേന കൊണ്ടുള്ള വരയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർകോഡ് റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും റിസൾട്ടിൽ ചെറിയ വേരിയേഷൻസും വരാൻ ചാൻസ് ഉണ്ട്. അത് അവർ തന്നെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. സോ അതിനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. ഇനി എക്സാം എങ്ങനെ എഴുതണം? ഫസ്റ്റ് സെക്ഷനിലെ എക്സാമിന് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു 2 മാർക്സിന് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 15 ക്വസ്റ്റ്യൻസിൽ സീലിങ്ങും ഉണ്ടായിരിക്കും. സീലിംഗ് ഇപ്പോൾ മാക്സിമം ഇത്രയെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് സെക്ഷനിൽ നൽകിയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിൽ മാക്സിമം സീലിംഗ് ഉണ്ടായിരിക്കുക അപ്പോൾ 20 ആണെന്ന് പറയും. അതായത് 15 ക്വസ്റ്റ്യൻസിന് ഇപ്പം നിങ്ങൾ 2 മാർക്ക് വെച്ച് കൂട്ടുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മാർക്ക് അവിടെ ആക്ച്വലി വരേണ്ടതാണ് അല്ലേ. പക്ഷേ ഇവിടെ 20 ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെ, 20 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 20. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതിയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസും വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിലെല്ലാ ക്വസ്റ്റ്യൻസും അവർ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതിനാണോ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആ 15 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് അവരെടുത്തിട്ട് അവരെന്ത് ചെയ്യും, അതിനുള്ള മാർക്ക് അവിടെ ഇടുകയാണ് ചെയ്യുക. 20 ആണ് മാക്സിമം നമുക്ക് മാർക്ക് കിട്ടുക സെക്ഷനിൽ. പക്ഷേ ഇനിയിപ്പോൾ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവറേജ് ആയിട്ടൊക്കെ അറിയുന്ന സ്റ്റുഡൻസിനാണ്. അവർക്കിപ്പോൾ 15 ക്വസ്റ്റ്യൻസ് എഴുതി കുറച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് മാർക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർക്ക് 20 എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ 15 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് സീലിംഗ് ഉണ്ടായിരിക്കും. അവിടെ സീലിംഗ് ഉണ്ടായിട്ട് ഇവിടെയും നമുക്ക് 1 or more ഓപ്ഷൻസ് നമുക്ക് അവിടെ എക്സ്ട്രാ എഴുതാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്കതും എഴുതി അവിടെയും സീലിങ്ങിലൂടെ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുക, ഫോർ എക്സാമ്പിൾ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ആ ഫ്യൂച്ചേഴ്സ് ഇങ്ങനെ താഴോട്ട് എഴുതി വെക്കരുത് മക്കളെ, അത് നിങ്ങൾക്ക് മാർക്ക് കുറക്കും. പകരം എന്താണോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് അല്ലേ. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് എഴുതുക. ദെൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിനെ ഉദ്ദേശിച്ച് മേ ബി 2 വരിയൊക്കെ എഴുതിയാൽ മതി. അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് കൊടുക്കുക ദ ഫ്ലോവിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിൻ്റായിട്ട്, ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിൽ പോയിൻറ്റ്സ് കൊടുക്കാറില്ലേ, അങ്ങനെ പോയിൻ്റായിട്ട് നമ്മൾ ആദ്യം എഴുതാം. എന്നിട്ട് താഴെ വേണം നമ്മൾ ഈ ഓരോ പോയിൻറ്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഗ്രാമാറ്റിക്കലി ഭയങ്കര കറക്റ്റായിട്ട് കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ എഴുതി പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് സമ്മാവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബിക്കോസ് ഇത്രയും വരെ, അതായത് ഹയർ സെക്കൻഡറീസ് വരെ മലയാളത്തിൽ ഫ്ലോ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. പക്ഷേ ഈ ഒരു പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് മാറുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വേർഡ്സ് വരും. സോ അങ്ങനെ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിലും ആദ്യം എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് എഴുതുക. എന്നിട്ട് ഫോളോവിങ് അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ള ഓരോന്നും
പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കുക. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കാരണം ഈ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് 2 or 3 അല്ലെങ്കിൽ മേ ബി ഒരു 5 ഡേയ്സൊക്കെയാണ് നമ്മുടെ വാല്യുവേഷൻ ഉണ്ടാവുക, ഒരാഴ്ച. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് എല്ലാതും വായിക്കാനുള്ള ആ ഒരു ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് വാല്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ വരെ വായിക്കാൻ സമയം കിട്ടുന്നവർ വായിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇല്ലയെന്നല്ല, ഒരു കുട്ടിയുടെ ഫസ്റ്റ് 2-3-4 ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്ത സ്റ്റേജിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ഈ ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ, എത്രത്തോളം ഉണ്ട് ഈ ഒരു കുട്ടി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് എഴുതാൻ കഴിയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ, നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ആൻസർ ഷീറ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ നിങ്ങൾ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക. അല്ലാതെ പോയിൻറ്റ്സും എക്സ്പ്ലനേഷനും കാണാതെ പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പഠിച്ച് കഴിയാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്നും എഴുതാനും വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ പിന്നീട് എസ്സേ ആണ്. എസ്സേൻ്റെ സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ഉണ്ടായിരിക്കില്ല. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തരും. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അതിന് 2 എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ നമ്മുടെ എക്സാം അവിടെ അവസാനിക്കും. 2 നമ്മൾ എഴുതേണ്ടത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും 2 നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യുക. ഇനി അതർവൈസ് നിങ്ങൾ മേ ബി നിങ്ങൾ 2 എഴുതി എന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് സീലിങ്ങിന് ഇട്ട് തരുന്ന പോലെ 3 ക്വസ്റ്റ്യൻസിൻ്റെയും മാർക്ക് ഇട്ട് തരില്ല. പകരം ഏതിലാണോ നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളത് അതിനായിരിക്കും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടിയത്. എക്സാം എഴുതുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റി എക്സാം ഓർ നോട്ട്, നമുക്ക് നന്നായിട്ട് അറിയുന്ന പോർഷൻസ് ആദ്യം തന്നെ എഴുതി വെക്കണം കേട്ടോ. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയൊരു ധാരണ നമുക്ക് ഉണ്ടാവില്ല. സോ അത് കാരണം എല്ലാവരും നല്ല രീതിക്ക് എഴുതുക. നല്ല രീതിക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആദ്യം എഴുതി വെക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്താണോ അത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം.